പ്രൈസ് ദി ലോർഡ്. ഇബ്രായ ലേഖനത്തിലെ ചില വചന വ്യത്യാസങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് മുൻപുണ്ടാക്കിയ ഫയലുകളിലും വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതേക്കുറിച്ച് ശരിയായി പഠിച്ചിട്ടില്ലാത്ത ചില വചന അധ്യാപകർ തെറ്റുകൾ ആവർത്തിക്കുന്നതിനാലാണ് ഇക്കാര്യം ഒരിക്കൽ കൂടി വിശദീകരിക്കുന്നത്. ഇവർ പറയുന്നത് ഈ ബൈബിൾ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നും കെട്ടിയിറക്കിയ ഒരു പുസ്തകമാണെന്നും ഇതിലൊരു അക്ഷരപശു പോലും ഇല്ല എന്നുള്ളതാണ് അവരുടെ സംസാരം. അങ്ങനെയല്ല, ബൈബിളിലെ മാനുഷികമായിട്ടുള്ള പല അഭിപ്രായങ്ങളും കോപ്പിങ് എറേഴ്സും ഉണ്ട്. അത് തന്നെയുമല്ല, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എഴുതാത്ത പുസ്തകമാണ് ഇബ്രായ ലേഖനം എന്നത്. ചില കുഴപ്പങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അതിൽ 2-3 ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നേരത്തെ ഇതേക്കുറിച്ചുള്ള വീഡിയോകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് കമ്പൈൽ ചെയ്തിട്ടുള്ളതല്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം ചേർത്ത് കൊണ്ടുവരണം ഉണ്ടാക്കുകയാണ്. അതിന് കാരണം ഈയിടെ പല അധ്യാപകന്മാരും തെറ്റ് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇതിനു മുമ്പും ഇങ്ങനെ അഭിപ്രായം ചോദിച്ചിട്ടും മറുപടി പറയില്ല. ചിലപ്പോൾ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കത് രണ്ടാമത് വീഡിയോ ഇടേണ്ടതായിട്ട് വരാം. എബ്രായ ലേഖനത്തിലെ താഴെ കാണിച്ചിരിക്കുന്ന വചനങ്ങളാണ് പ്രതിപാദ്യ വിഷയം. എബ്രായ ലേഖനം അറിയപ്പെടുന്ന ഏതെങ്കിലും അപ്പോസ്തലന്മാരാണ് എഴുതിയത് എന്നതിന് തെളിവില്ല. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ തെറ്റുകൾ കടന്നുകൂടിയിട്ടുള്ളത് എന്ന് അനുമാനിക്കാം. അതുതന്നെയുമല്ല, പഴയ നിയമത്തിലെ ശൂരന്മാരുടെ പുസ്തകം എന്നൊക്കെ ചില പുസ്തകങ്ങളെ പറ്റി പറയുന്നുണ്ട്. ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകമൊന്നും ബൈബിളിലില്ല. അപ്പോൾ അത് ചേർത്തിട്ടില്ല എന്നർത്ഥം. പിന്നെ ആദ്യത്തെ ഐറ്റം നോക്കാം. ഉൽപ്രാവണം. എബ്രായർ 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. പിന്നെ അടുത്ത വചനം മത്തായി 24:44 അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത വഴിയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. അതിൻ്റെ എക്സ്പ്ലനേഷൻ എബ്രായർ 9:27 പ്രകാരം ഒരിക്കൽ മരിക്കുമെങ്കിൽ പിന്നെ എങ്ങനെയാണ് മത്തായി 24:44 എഴുതിക്കുന്ന പോലെ ഉൾപ്രാവണത്തിനായി മരിക്കാതെ കാത്തിരിക്കാൻ സാധിക്കുന്നത്? ഒരിക്കൽ മരിക്കുമല്ലോ, അപ്പൊ പിന്നെ ഉൾപ്രാവണത്തിന് പ്രതീക്ഷിക്കുന്ന യാതൊരു അർത്ഥമില്ല. അപ്പൊ ആ വചനം തെറ്റാണ് എന്നുള്ളതാണ്. പിന്നെ അതിനെപ്പറ്റി താഴത്തെ അഭിപ്രായം വേറെ എഴുതിയിട്ടുണ്ട്. പിന്നെ എബ്രായർ 9:27 എഴുതിയിരിക്കുന്ന പോലെ ഒരിക്കൽ മാത്രമല്ല പല മനുഷ്യരും മരിച്ചിട്ടുള്ളത്. ബൈബിളിൽ 1 കൂടുതൽ തവണ മരിച്ച മനുഷ്യരെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ലാസർ 2 തവണ മരിച്ചില്ലേ? അതുപോലെ വേറെ പല ആൾക്കാരും പുതിയനിയമത്തിലും പഴയനിയമത്തിലും 2 തവണ മരിച്ചവരുണ്ട്. തന്നെയുമല്ല, മരിക്കാതെ തന്നെ ഉൾപ്രാവണത്താൽ എടുക്കപ്പെടാൻ പോകുന്ന മനുഷ്യരെ കുറിച്ചും പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അത് കൊറിന്തോസിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 തെസ്സലോനിക്ക ലേഖനത്തിലും മരിക്കാതെ എടുക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ എബ്രായർ പറയുന്നതായിട്ടുള്ള ഈ വചനം തെറ്റാണെന്നുള്ളത് വളരെ ക്ലിയറാണ്. ഇതേക്കുറിച്ചുള്ള മുൻപത്തെ ഫയൽ 147 വീഡിയോ നമ്പർ 150 അത് നോക്കാവുന്നതാണ്. പിന്നെ അടുത്തത് ഹാനോക്കാണ്. എബ്രായർ 15 വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഉൽപ്പത്തി 5:24 ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. എക്സ്പ്ലനേഷൻ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് ഉൽപ്പത്തി 5:24 പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരങ്ങൾ അസ്യൂം ചെയ്ത് പറയുന്നതാണ് ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന്. പിന്നെ ഇതേക്കുറിച്ചുള്ള മുൻപത്തെ ഫയൽ നമ്പർ 141 വീഡിയോ നമ്പർ 144. ഇനി അടുത്തത് നോക്കാം. മൽക്കിസദേക്ക്. എബ്രായർ 7:3 അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാസനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനെ എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഉൽപ്പത്തി 14:18 പറയുന്നത് ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. എക്സ്പ്ലനേഷൻ വായിക്കാം. എബ്രായ ലേഖനത്തിൽ മൽക്കിസദേക്കിന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വെറും അതിശയോക്തിയാണ്. ഉൽപ്പത്തി 14:18 ഇങ്ങനെ പറഞ്ഞിട്ടില്ല. മൽക്കിസദേക്ക് ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ദൈവം ആദ്യമായിട്ട് ഒരു പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്ത മനുഷ്യനായിരുന്നു. മൽക്കിസദേക്ക് എന്ന ശാലേം രാജാവ്, യെരുശലേമിലെ രാജാവായിരുന്നു ആ മനുഷ്യൻ രാജാവായിരുന്നുകൊണ്ട് അബ്രഹാം ടാക്സ് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്, 10%. മൽക്കിസദേക്ക് എന്ന് പറയുന്നത് ദൈവമല്ല, ദൈവതുല്യമല്ല. യേശുക്രിസ്തുവിനേക്കാൾ വലിയ ആളല്ല മൽക്കിസദേക്ക്. ഇതേക്കുറിച്ചുള്ള മുൻപത്തെ ഫയൽ നമ്പർ 135 വീഡിയോ നമ്പർ 140 ആണ്. ഇതാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചുരുക്കത്തിലുള്ള ഒരു വിവരണം.